വിഷു ഒക്കെ അല്ലേ വരുന്നത്. നമുക്ക് കോവയ്ക്ക അച്ചാർ ഉണ്ടാക്കിയാലോ, അതും മാങ്ങയുടെ ടേസ്റ്റിൽ. ഇത് ഇൻസ്റ്റന്റ് അച്ചാറല്ല കേട്ടോ. ഉണ്ടാക്കിയിട്ട് ഒരു ദിവസം വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ തുടങ്ങാം. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെച്ച് കേരള. എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ആ ബെൽ ബട്ടണും ഒന്ന് അമർത്തിക്കോളൂ. എന്നാലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അച്ചാറിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 300 ഗ്രാം കോവയ്ക്കയാണ്. അത് നന്നായി കഴുകി വൃത്തിയാക്കണം. അതിൻ്റെ പുറത്തൊക്കെ നല്ലതായിട്ട് ചേറ് പറ്റിപ്പിടിച്ച് കാണും. നന്നായി ക്ലീൻ ആക്കിയ ശേഷം അതിൻ്റെ രണ്ടറ്റവും കട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതുപോലെ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. ഞാൻ ഇതിനു വേണ്ടി ഒരു മിനി ചോപ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈവനായിട്ട് കട്ട് ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് പൊടി പൊടിയായിട്ട് കട്ട് ചെയ്യുക. ഇനി കയ്യിൽ മിനി ചോപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒന്ന് ചതച്ചിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒരു 2-3 പൾസ് കൊടുത്ത് എടുത്താൽ മതി. ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങാം. ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 150 മില്ലി എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണയൊന്ന് നന്നായിട്ട് ചൂടാവട്ടെ. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് കടുകാണ്. 1.5 ടീസ്പൂൺ കടുകാണ് ഞാനിവിടെ ചേർക്കുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1-2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഉടനെ തന്നെ ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. തീ അണച്ചതിന് ശേഷം ആ എണ്ണയ്ക്ക് ഇപ്പോൾ ഉള്ള ആ ചൂടിലേക്ക് നമ്മളൊരു 3.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ 3 പൊടിയും ആ എണ്ണയുടെ ചൂടിലിരുന്നാണ് വേവേണ്ടത്. സ്റ്റൗ കത്തിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പൊടികൾ വേഗം കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ എണ്ണയിൽ കിടന്ന് ഈ 3 പൊടികളും ഒന്ന് കുക്കാവണം. മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെയും നിറം ഒന്ന് ബ്രൈറ്റ് ആവണം. അത്രയും വരെ കാത്തിരിക്കാം. ഇപ്പോൾ ഏതാ പൊടികളൊക്കെ കുക്കായിട്ടുണ്ട്, നിറമൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് വേണ്ട ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂൺ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. കല്ലുപ്പിന് ഒരു ചെറിയ പുളി ഉണ്ടാകും. പോരാന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കോവയ്ക്കയുടെ കഷ്ണങ്ങളിലേക്കൊക്കെ മസാലയൊക്കെ നന്നായിട്ട് പെരണ്ട് വരുന്നത് പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതായിപ്പോൾ എല്ലാം വെൽ മിക്സ്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ കത്തിച്ചു കൊടുക്കാം. ഇത്ര നേരം നമ്മൾ തീ കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. തീ കത്തിച്ചു കൊടുത്തതിന് ശേഷവും ആദ്യത്തെ ഒരു 10-15 സെക്കൻഡ് നേരം നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ട് നിൽക്കാം. ആ അടിയിൽ കരിഞ്ഞു പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴേ തന്നെ പച്ചക്കറിയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നത് കാണാം. ഇനി ഒരു 1.5 മിനിറ്റ് നേരം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. 1.5 മിനിറ്റിന് ശേഷം നമ്മൾ അടുപ്പ് തുറക്കുമ്പോൾ പച്ചക്കറിയിൽ നിന്നൊക്കെ വെള്ളം നന്നായിട്ട് ഇറങ്ങിയിരിക്കുന്നത് കാണാം. പച്ചക്കറി, അതായത് കോവയ്ക്ക ഇപ്പം പകുതി വേവായിട്ടാണ് ഉണ്ടാവുക. ഇതാണ് നമുക്ക് വേണ്ടത്. ബാക്കി അത് പാകമാവുന്നത് അച്ചാറിൽ നമ്മൾ ചേർക്കുന്ന ആസിഡ് കൊണ്ടാണ് അത് പാകമായി കിട്ടുക. ചെറിയൊരു ക്രഞ്ചോട് കൂടിയായിരിക്കും അതുണ്ടാവുക. അങ്ങനെയാണ് നമുക്ക് വേണ്ടത്. അച്ചാറിൻ്റെ കുക്കിംഗ് കഴിയാറാവുമ്പോഴേക്കും ഈ നമ്മുടെ കോവയ്ക്ക കുറച്ചുകൂടി ഒന്ന് പാകമാവും. ആ ഒരു പാകത്തിന് നമുക്ക് കിട്ടിയാൽ മതി. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പകുതി വേവ് പാകത്തിന് എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 കപ്പ് സിന്തറ്റിക് വിനെഗറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിനാഗിരി യൂസ് ചെയ്യാം. ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ പച്ചമാങ്ങയാണ്. ഒരു കയ്യിനുള്ളിൽ ഒതുങ്ങുന്ന വലിപ്പം മാത്രമേ ഉള്ളൂ ഇതിന്. നല്ല പുളിയുണ്ട്. അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് കോവയ്ക്കയുടെ അച്ചാറിന് നമ്മൾ മാങ്ങയുടെ ടേസ്റ്റ് കൊടുക്കുന്നത്. വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലേ മാങ്ങ എടുക്കുന്നുള്ളൂ. പക്ഷേ ഇതിൽ ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നത് കൊണ്ട് മാങ്ങ ഇതിൽ ചേർത്തിട്ടുണ്ട് എന്ന് നമുക്കറിയാനേ പറ്റില്ല. നല്ല പുളിയുള്ള മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതിന് നന്നായിട്ട് മാങ്ങയുടെ ടേസ്റ്റ് അറിയാൻ പറ്റും. വിനാഗിരിയും മാങ്ങയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കടുകും ഉലുവയും സമാസമം എടുത്ത് വറുത്ത് പൊടിച്ചതാണ്. വറുത്ത് പൊടിച്ചതിൽ നിന്ന് ഒരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ
ഒരു 4 ടേബിൾ സ്പൂൺ ശർക്കര പാനിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പൊടിച്ച ശർക്കരയായാലും ചീവിയെടുത്ത ശർക്കരയായാലും ചേർക്കാം കേട്ടോ. 4 ടേബിൾ സ്പൂൺ. അങ്ങനെ പ്രത്യേകിച്ച് രുചിയൊന്നും ഇല്ലാത്ത കോവയ്ക്ക വെച്ച് നമ്മൾ അച്ചാർ പോലെ ഒരു വിഭവം ഉണ്ടാക്കുമ്പോൾ അതിന് വേണ്ട രസങ്ങളൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കണമല്ലോ. അതുകൊണ്ട് പൊടിയും ശർക്കരയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 10 സെക്കൻഡ് നേരം ഒന്ന് തിളപ്പിച്ചാൽ മതി. നമ്മൾ ഈ ഉലുവയുടെ പൊടിയൊക്കെ ചേർത്തിട്ടേ നമ്മൾ അധിക നേരം തിളപ്പിക്കാൻ പാടില്ല, അതിനൊരു കയ്പ്പ് രുചി വരും. അതുകൊണ്ട് ഒരു 10 സെക്കൻഡ് മാത്രം തിളപ്പിച്ചിട്ട് നമുക്ക് അടുപ്പത്തൊന്ന് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ കോവയ്ക്ക അച്ചാർ ഇവിടെ റെഡിയാണ്. എല്ലാവരും ഇതിൽ പറഞ്ഞ പോലെ തന്നെ കോവയ്ക്ക വെച്ചിട്ട് അച്ചാർ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് പറയൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.